Hello everyone, welcome back to my channel. So അമ്മുത്തൂത്തുവിൻ്റെ ബർത്ത്ഡേ ആണ്. സോ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓബൈ തമാരയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ കുറച്ച് അമ്മുത്തൂത്തുവിന് ചെറിയൊരു സർപ്രൈസ്, വലിയ സർപ്രൈസ് ഒന്നും ഇല്ല, ബിക്കോസ് പറഞ്ഞിട്ട് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് പോവുകയാണല്ലോ. അപ്പോൾ വലിയ സർപ്രൈസ് ഫാക്ടറൊന്നും ഇതിനകത്തില്ല. എങ്കിലും ഞാൻ കരുതുന്ന അമ്മുത്തൂത്തിനെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് റൂം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് കുറച്ച് അക്സസറീസ് വാങ്ങിക്കണം, കുറച്ച് ഫ്ലവേഴ്സ്, കുറച്ച് ബലൂൺസ് ഒക്കെ വാങ്ങിക്കണം. ബലൂൺസ് ആക്ച്വലി ഹൈഡ്രജൻ ബലൂൺസ് ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. അയ്യോ അവരുടെ പേര് ഞാൻ പറഞ്ഞു. നല്ലൊരു ഷോപ്പാണ് കേട്ടോ. അത്യാവശ്യം അക്സസറീസും അവർ ലൈക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു സെറ്റപ്പൊക്കെ വീട്ടിൽ വന്ന് ചെയ്തൊക്കെ തരും, ബർത്ത്ഡേക്കോ ആനിവേഴ്സറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന്. സോ അവിടെ പോയി, പക്ഷേ അവർ പറഞ്ഞു ബലൂൺസ് ഒരു 3 hours നിൽക്കത്തുള്ളൂ. അപ്പം നമ്മളിപ്പം ഈവനിങ് ആണ്, അത് ലേറ്റ് നൈറ്റ് ആണല്ലോ സെലിബ്രേഷൻ. അപ്പം അപ്പോഴത്തേക്ക് ഈ ബലൂണ് അങ്ങ് ചെറുതായി പോകും. അതുകൊണ്ട് അവരത് അഡ്വൈസ് ചെയ്തില്ല. അങ്ങനെ കുറച്ച് നോർമൽ ബലൂൺസും കുറച്ച് ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ഹോട്ടൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു. വീഡിയോ എടുക്കാനായിട്ട് അമ്മുത്തൂത്ത് കണ്ണടയൊക്കെ ഊരിയേക്കുക. നമ്മൾ റൂമിലേക്ക് പോകുന്നു. വ്യൂ ഒക്കെ അത്യാവശ്യം നല്ലതാണ്. ഇവിടുന്ന് ഒരു കൈൻഡ് ഓഫ് ലൈക്ക് ഒരു സിറ്റി ബിസിനസ് ഹോട്ടൽ കൈൻഡ് ഓഫ് എ സെറ്റപ്പാണ്. പിന്നെ സർവീസ് അത്യാവശ്യം വളരെ നല്ല സർവീസാണ് കേട്ടോ ഇവർ ഓഫർ ചെയ്ത്. ജസ്റ്റ് വന്ന് കയറിയതേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരുടെ സർവീസിലൊക്കെ കിടക്കാം. സോ നമ്മളുടെ റൂം എത്തുന്നതിന് മുമ്പ് ഇതെൻ്റെ കയ്യിരിക്കുന്ന ഫ്ലവേഴ്സാണ്. അമ്മുത്തൂത്ത് കാണാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ പൊതിഞ്ഞൊക്കെ മേടിച്ചതാണ്. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് മുള്ളു കുത്തുന്നുണ്ട്. അമ്മുത്തൂത്തിന് മനസ്സിലായി ഇത് പൂവാണെന്നുള്ള കാര്യം. പിന്നെ നമ്മൾ വിചാരിച്ചു എന്താ മറച്ചു വെക്കുന്നത്, അതെടുത്തിട്ട് പിന്നെ കുറേ ഫോട്ടോസൊക്കെ അത് വെച്ച് നമ്മൾ എടുത്തു. അതേ റൂം എത്തിയിട്ടുണ്ട്. റൂമിലേക്ക് നമ്മൾ കയറുകയാണ്. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ഞാൻ ഇവിടുത്തെ വ്യൂ ഒക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് സിറ്റി വ്യൂ ആണ്. ദേ നമ്മളുടെ ലുലു മോള്, പിന്നെ അതിൻ്റെ അപ്പുറത്ത് പറമ്പ്, ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ. പക്ഷെ അത്യാവശ്യം ടോപ്പ് ഫ്ലോറാണ്, അതുകൊണ്ട് വ്യൂ അത്യാവശ്യം തരക്കേടില്ല. സിറ്റി വ്യൂ ഒക്കെ കണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ് ഈവനിങ്ങിൽ എസ്പെഷ്യലി. പിന്നെ ഒരു സോ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുക, കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. സോ ഇതാണ് നമ്മുടെ ഹോട്ടൽ റൂംസ്. അതെ, അമ്മുത്തൂത്തു ഇവിടെ ഓൾറെഡി ഇരുന്ന് വൈബൊക്കെ ചെയ്തിട്ട് ചായ കുടിക്കുകയാണ്. അമ്മുത്തൂത്തു അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കുറേ വീഡിയോസൊക്കെ എടുക്കണം, പക്ഷേ എന്താണെന്നറിയില്ല, 2, 3, 4 ദിവസമുണ്ട് ഈ ട്രിവാൻഡ്രത്ത് ലൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനമില്ല. നമ്മൾ എന്നും എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഇറങ്ങും, ലൈറ്റില്ല, നമ്മളത് മാറ്റി വെക്കും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാര്യം നമുക്ക് കണ്ടറിയണം, ലൈറ്റ് കാണുമെന്നോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്നും. അപ്പം ബാക്കി അപ്ഡേറ്റ്സ് ആയിട്ട് ഞാനൊരു ഹോട്ടൽ വ്ലോഗും ചെയ്യാം, പിന്നെ നമ്മളുടെ സ്റ്റേക്കേഷൻ എക്സ്പീരിയൻസും ഷെയർ ചെയ്യാം. നമ്മൾ ആക്ച്വലി ഉള്ളത് ഓബൈ താമരയിലാണ്. സോ നമ്മൾ വന്ന് കുറച്ച് റെസ്റ്റ് ഒക്കെ ചെയ്തു. ഇനിയിപ്പം ബർത്ത്ഡേക്ക് വേണ്ടി റൂം ഡെക്കറേറ്റ് ചെയ്യണം. അതിന് ആക്ച്വലി കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഈ ഫ്ലവേഴ്സ് ഒരു ബഞ്ച് ഓഫ് റോസസ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ബട്ടൺ റോസസ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് പെറ്റൽസ് അവിടെ ഇവിടേക്ക് ഇടാനായിട്ട്. പിന്നെ ബലൂൺസ് ഉണ്ട്. ബലൂൺസ് വേർപ്പിച്ച് റൂം ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. സോ സ്റ്റേ ട്യൂൺഡ്. തിരിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് സർപ്രൈസ് ആയിട്ട് ഇത് ഫുൾ വീർപ്പിച്ച് കൊടുക്കാം. എനിക്ക് ബലൂൺ വീർപ്പിക്കാൻ വലുതായിട്ട് അങ്ങോട്ട് അറിയത്തില്ല കേട്ടോ. എല്ലാ പ്രാവശ്യവും അമ്മുത്തൂത്തുമാണ് ബലൂൺ വീർപ്പിക്കുന്നത്. ഈവൻ അവളുടെ ബർത്ത്ഡേ ആണെങ്കിൽ അവൾ തന്നെയാണ് ചെയ്യാറ്. പക്ഷേ ഈ പ്രാവശ്യം ഒരു ചേഞ്ച് ആയിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ബട്ടൺ റോസസ്. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ചുമ്മാ വിതറും. കുറച്ച് കഴിയുമ്പോൾ കാണാം എങ്ങനെ ഞാൻ ഇത് അലങ്കോലപ്പെടുത്തുന്നത്. ഇതാണ് നമ്മുടെ ബലൂൺസ്. അമ്മുത്തൂത്തിൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. സോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ബലൂൺസ് എടുത്തേക്കുന്നത്. എനിക്ക് കുറച്ച് മെറ്റാലിക് നല്ല കളറൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അവളുടെ ഡ്രസ്സ് അതായത് ഞാനത് എടുത്തു. ബലൂണ് വീർപ്പിക്കാനായിട്ട് ഇതിൻ്റെ ഒരു സെറ്റിങ് നമുക്കിപ്പോൾ കണ്ടുപിടിക്കാം. അച്ഛാ ഇതിങ്ങനെ കയറ്റിയിട്ട് വീർപ്പിച്ചാൽ മതി. സോ ഒരു ബലൂൺ ഞാനിങ്ങനെ, അയ്യോ ഇതൊക്കെ പറ്റുന്ന കാര്യമാണോ?
ബലൂൺ പൊട്ടിപ്പോകാതിരുന്ന കൊള്ളായിരുന്നു. ആ കയറിയിട്ടുണ്ട് ഗൈസ്. അയ്യോ കേട്ടോ, വിചാരിച്ചതല്ല. ഇനി ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് ഇതൊക്കെ ഒന്ന് വീർപ്പിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാമേ. റൂം സെറ്റ് ചെയ്ത് അമ്മു ചേച്ചിക്ക് സർപ്രൈസും കൊടുത്തു. ഇനി ഇതാ റൂം കാണാനായിട്ട് നമ്മൾ പോവുകയാണ്. അമ്മു ചേച്ചി ഇതേ റൂം തുറന്ന് കാത്തിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ചെയ്ത ഡെക്കറേഷൻ. ഇനി ഈ പൂവെല്ലാം നമ്മൾ തന്നെ തൂത്ത് വരണം കേട്ടോ. അതാണ് ഏറ്റവും വലിയ ടാസ്ക് ഗൈസ്. അയ്യോ അമ്മുത്തൂത്തിൻ്റെ കേക്ക് അമ്മുത്തൂത്ത് എടുത്ത് മാറ്റിയോ? ഇതിൻ്റെ നടുക്കായിരുന്നു കേക്ക് വെച്ചത്. അമ്മുത്തൂത്തിൻ്റെ ഫേവറേറ്റ് ആണ് ഹണി കേക്ക്. അമ്മുത്തൂത്ത് നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഒരുപാട് കഴിക്കുമായിരുന്നു. സോ അമ്മുത്തൂത്ത് പറഞ്ഞാൽ അത് കേക്ക് മാത്രം വാങ്ങിച്ചാൽ മതിയെന്ന്. നമ്മൾ ആ കേക്ക് മേടിച്ചു. അമ്മുത്തൂത്തു ഹായ്. അമ്മുത്തൂത്തു ഇസ് എ ബർത്ത്ഡേ ഗേൾ. ഇത് അമ്മുത്തൂത്ത് അയർലൻഡിൽ നിന്ന് കൊണ്ടുവന്ന ഔട്ട്ഫിറ്റാണ്. ഇതിനൊരു ക്യാൻ സ്കേർട്ട് ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇട്ടിട്ടില്ല. കണ്ടോ, ഇതാണ് അമ്മുത്തൂത്തിൻ്റെ ഔട്ട്ഫിറ്റ്. ഈ ഔട്ട്ഫിറ്റിന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബലൂണിൻ്റെ തീം എടുത്തേക്കുന്നത്. സോ ഇതാണ് നമ്മൾ അലങ്കോലമാക്കിയ റൂം ആൻഡ് നമ്മളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവും. ഈ കേക്ക് കട്ട് ചെയ്ത് കഴിക്കണം. നല്ല വിശപ്പുണ്ട്. ഈ അലങ്കുലത്ത് പണിയും അതും ഈ ബലൂൺ വീർപ്പിക്കലും ഒക്കെ ആയിട്ട് കുറേ നേരമായിട്ട് ബാക്കിയുള്ളൊരു വിശന്നിരിക്കുകയാണ്. തൂത്തു എന്താ? തൂത്തുവിന് പൂ ഇഷ്ടപ്പെട്ടു. ഈ കിരീടം കണ്ടോ? തൂത്തുവിൻ്റെ കിരീടം കാണിക്കും. ഹായ് 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 ഹായ്. സോ നമ്മൾ കേക്കൊക്കെ കഴിക്കാം, അത് കഴിഞ്ഞ് കാണാം. ഇതെല്ലാം നമ്മൾ നല്ല തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഡിന്നർ കഴിക്കാൻ പോവാണ്. സോ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഔട്ട്ഫിറ്റൊക്കെ ചേഞ്ച് ചെയ്തിട്ട്. അമ്മുത്തൂത്ത് എന്തേ? അമ്മുത്തൂത്തേ അമ്മുത്തൂത്ത് still in the bed. Birthday dress തുറന്നോളൂ. സോ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് സൈഡിലെ വ്യൂ. റെസ്റ്റോറൻറ്റ് സൈഡിലായിട്ട് തന്നെയാണ് പൂളുള്ളത്. പൂളൊരു ഇൻഫിനിറ്റി പൂളാണ്. അവിടെ നിന്ന് നോക്കിയാൽ ഹോൾ ഓഫ് ട്രിവാൻഡ്രം സിറ്റി നമുക്ക് കാണാൻ പറ്റും. ഒരു നല്ലൊരു കോൺസെപ്റ്റാണത്. പിന്നെ ഈ സൈഡിൽ ഡൈൻ ഔട്ട് ചെയ്യാം. മഴ ഉണ്ടായതുകൊണ്ട് ഇവിടെ ഒന്നും ഡൈൻ ഔട്ട് ചെയ്യാൻ ഇപ്പോൾ പറ്റില്ല. ഇൻസൈഡ് മാത്രമുള്ള സ്പേസ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. സോ നമ്മളിവിടെയൊക്കെ വ്യൂ കണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അകത്തോട്ട് പോകാനാണ് പ്ലാൻ. ഹലോ വിശക്കണോ? ഫുഡ് കഴിക്കാനിരിക്കുവാണോ? എന്നിട്ട് ഫുഡ് എന്താ വരാത്തേ? അയ്യോ ഇപ്പം വരും കേട്ടോ. തൂത്ത് വിഷമിക്കണ്ട. ഇപ്പം അല്ലേ കേക്ക് അങ്ങോട്ട് കഴിച്ചത്. ചുമ്മാ ഇപ്പം കേക്ക് കഴിച്ചിട്ടിരിക്കുന്നതേ ഉള്ളൂ. ദിസ് ഇസ് ഡേ 2 ഓഫ് എ സ്റ്റേക്കേഷൻ. അപ്പം ഞാനിങ്ങനെ ഉണന്ന് ബ്രഷ് ചെയ്ത് വന്നേക്കാണ്. അമ്മുത്തൂത്തേ ചായ ഇട്ട് വെച്ചേക്കുന്നു. എൻ്റെ അമ്മുത്തൂത്തേ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. റൂമിലെ ബലൂൺസിനെ കുത്തിപ്പൊട്ടിക്കണം. അമ്മുത്തൂത്ത് പറഞ്ഞ് ആ ടാസ്ക് എനിക്കാണ്, അതിനി ചെയ്യണം. ഇതാണ് നമ്മളുടെ ഹോട്ടൽ റൂമിൽ മോർണിംഗ് വ്യൂ എന്ന് പറയുന്നത്. ലുലു മോൾ തുറന്നില്ല ഇത്ര സമയം എല്ലാവരും. 9:30 in the morning ആയതേ ഉള്ളൂ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വരും. ബ്രേക്ക്ഫാസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഫോട്ടോഷൂട്ടിലേക്ക് കിടക്കും. അമ്മുത്തൂത്തു ഹായ്. കണ്ണാടിയൊക്കെ ഒരു ഹായ് പറയൂ. മുതത്തു ചായ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് ചായ? നിന്റെ അതിൻ്റെ മാത്രമാണ് ഞാൻ ചോദിച്ചത് എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ സൂപ്പർ ചായ ഉണ്ടാക്കും, കാപ്പി ഉണ്ടാക്കും, എല്ലാം ഉണ്ടാക്കും. ഞാനൊരു കുലസ്ത്രീയാണല്ലോ. എനിക്ക് എല്ലാം അറിയാം. ഇത് ഹോട്ടലിലായോണ്ട് എനിക്ക് ഉണ്ടാക്കാറില്ല. അപ്പം വ്യത്യാസം. കുറെ സ്ത്രീകളെ വീട്ടിലാണല്ലോ ഉണ്ടാക്കുന്നത്. വീട്ടിൽ അടുപ്പിലുണ്ടാക്കി അടുക്കള വേണം. അതുകൊണ്ട് കിറ്റില്ല അങ്ങനത്തെ സാധനമൊന്നും എനിക്ക് ശീലമില്ല. അതെ
അതൊരു പ്രശ്നമാണ്. അതിന്റെ മാത്രമേ ഉള്ളൂ. ഈ അയർലൻഡിലെ ഇല്ലത്ത് എങ്ങനെയാ തീ കത്തിച്ചാണോ ഇതൊക്കെ ഉണ്ടാക്കാൻ? അയർലൻഡിന്റെ ബാക്കിലെയാണ് നമ്മള് ചൂട്ട് കത്തിച്ചിട്ട് ആവി പറഞ്ഞ അങ്ങനെ. ഓ, അയർലൻഡിൽ ചൂട്ടൊക്കെ ഉണ്ട്. പിന്നെ അവിടെ മരം ഇല്ലേ? മരമുണ്ട്. തെങ്ങിന്റെയാണ് ചൂട്ട്. ഓ, തെങ്ങിന്റെ. നിന്റെ പൈൻ മരത്തിന്റെ ചൂട്ടാണോ തൂത്തു? ഓക്കെ, പൈൻ മരത്തിന്റെ ചൂട്ട് കത്തിച്ച്. നിന്റെ അമ്മയുടെ പൊടി. അയ്യോ അയ്യോ അയ്യോ, പബ്ലിക്കിനെ തെറി വിളിക്കുന്നേ. ഇനി ഇവളോട് സംസാരിച്ച ശരിയാത്തില്ല ഗൈസ്, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. സോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിരിക്കുകയാണ്. അമ്മത്തൂത്തു കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റ് ആണ് ഓർഡർ ചെയ്തത്. ഇതാണ് ഫ്രഞ്ച് ടോസ്റ്റ് തന്നേക്കുന്നത്. അത്യാവശ്യം നല്ല യമ്മി ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ കഴിക്കാൻ പോവാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം. കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഫോട്ടോഷൂട്ടിലേക്ക് കിടക്കാം. ഇതാണ് നമ്മളുടെ ഇന്നത്തെ അജണ്ട. പിന്നെ ഒരു ആഫ്റ്റർനൂൺ ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം. ബാക്കി പ്ലാൻസ് ഒക്കെ നോക്കണം. ഇനി ഒരു 1-2 ഔട്ട്ഫിറ്റ്സിൽ തൂത്തുവിന് ഫോട്ടോഷൂട്ട് എടുത്ത് കൊടുക്കണം തോന്നുന്നു. രാവിലെ തൂത്തു എണീറ്റ് കേട്ടോ. ഒരു 8 സംതിങ് ആയപ്പോൾ തൂത്തു എണീറ്റില്ലേ? അതാണ് ഇഷ്ട. എന്റെ കുറച്ച് വീഡിയോസ് എനിക്ക് ചെയ്യണമായിരുന്നു, കുറച്ച് ഫോട്ടോ എടുക്കണം. ഞാനൊരു 5-6 ഔട്ട്ഫിറ്റ് കൊണ്ടുവന്നു. അപ്പൊ ഞാൻ വെളുപ്പിന് അലാറം വെച്ചിരുന്നിട്ട് ഔട്ട്ഫിറ്റ് മാറ്റി 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 ഞാൻ കുറെ ഫോട്ടോ എടുത്തത്. ആത്മാർത്ഥതാന്ന് പറഞ്ഞാൽ ഇതാണ് ആത്മാർത്ഥത. ഉറങ്ങുമായിരുന്നു. ഇപ്പൊ എന്റെ 2 ഔട്ട്ഫിറ്റിലുള്ള ഫോട്ടോ കഴിഞ്ഞില്ല. ഞാൻ ആകെ 3 ഔട്ട്ഫിറ്റേ കൊണ്ടുവന്നിട്ടുള്ളൂ. വീട്ടിലിരിക്കുന്ന ഉടുപ്പെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇന്നലെ 2 എടുത്തു. ഇനി എനിക്ക് ഒരു ഉടുപ്പേ ഉള്ളല്ലോ. പിന്നെ 4 സാരി, 5 ചുരിദാർ, 2 ലെഹങ്ക ചോളിയാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീ വീട്ടിൽ വല്ലതും ബാക്കി ഉണ്ടോ അളിയാ? ഇന്ന് അങ്ങനെ 2 പെട്ടിയാണ് കൊണ്ട്. അയർലൻഡിൽ നിന്ന് പോലും ഇത്രയും പെട്ടി ഞാൻ ഇങ്ങോട്ട്. അത് സത്യം കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു പെട്ടിക്ക്. അയർലൻഡിൽ നിന്ന് ഇത്ര കൊണ്ടുവന്നിട്ടില്ല. ഇനി അങ്ങോട്ട് കൊണ്ടുപോകാനും പോകുന്നില്ല. അയ്യോ, അപ്പൊ നമുക്ക് കഴിച്ചാലോ തൂത്തു? എന്ത് പ്രൊഫഷണലിസം? ഉടുപ്പൊക്കെ മാറി മാറി ഫോട്ടോ ഒക്കെ എടുക്കുന്ന പ്രൊഫഷണലിസം. ശരിയാ, തൂത്തു പ്രൊഫഷണൽ ടിക്ടോക്കർ ആണല്ലോ. അല്ല, ഇപ്പോഴും ഉണ്ടല്ലോ അയർലൻഡ് ടിക്ടോക്ക് ഇല്ലേ? ഞാൻ ചെയ്യാറില്ല. ഇന്ത്യയിൽ ബാൻ ചെയ്തോടെ. ഇന്ത്യയിൽ അതാണ് ഉത്തമ ഇന്ത്യക്കാരി എന്ന് പറയുന്നത്. അയർലൻഡിൽ പോയി ടിക്ടോക്ക് കിട്ടിയിട്ടും ഇന്ത്യയിൽ അത് ബാൻ ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. എന്തോ മോശമാണെന്ന് കരുതി, എന്താണെന്ന് പോലും അറിയാതെ അതിപ്പോഴും ഉപയോഗിക്കാതെ ജീവിക്കുന്ന ഒരു പാവ പെൺകുട്ടിയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. എനിക്ക് അവിടെ അയർലൻഡ് വേണ്ട എന്ന് ഊന്നി ഊന്നി പറയുകയാണ് നമ്മുടെ തൂത്തു. മധുത്തു ഇനി കഴിക്കുക, അടുത്ത പണിയിലേക്ക് നീങ്ങാനുള്ളതാണ്. അപ്പോൾ ശരി ഗൈസ്, നമ്മൾ കഴിക്കാൻ പോവാണ്. ഇനി കോസ്റ്റ്യൂം ചേഞ്ച് ഒക്കെ ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, we are all set to check out. Morning Amututtu had her sari photo shoot, which is the bridal one. I didn't take much of it, and now I'm all set for my shoot, and Amututtu is in her salwar. അപ്പോൾ അമ്മുത്തൂത്തുവിൻ്റെ സൽവാർ ഷൂട്ടും എൻ്റെ ഷൂട്ടും ഇനിയാണ് നടക്കുന്നത്. ചെക്കൗട്ടിൻ്റെ ടൈമായി. അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് കുറച്ച് പേരോടെ ഷൂട്ടൊക്കെ ചെയ്തിട്ട് വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. ദാറ്റ് ഈസ് ഇറ്റ്. അമ്മുത്തൂത്തു എന്തോ പറയുന്നുണ്ടല്ലോ. ബൈ ബൈ അല്ല, വിൽ സി. അമ്മുത്തൂത്തുവിൻ്റെ സാരി ഫോട്ടോഷൂട്ട് നമുക്ക് അമ്മുത്തൂത്തുവിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കാണാവുന്നതാണ്. എൻ്റെത് എൻ്റെ ഇൻസ്റ്റഗ്രാമിലും കാണാവുന്നതാണ്. ദാറ്റ് ഈസ് ഇറ്റ്. അപ്പോൾ നമ്മൾ വിൽ ക്യാച്ച് അപ്പ്. അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ ഐ വിൽ ജസ്റ്റ് ഷോ യു ഗൈസ്. ഓക്കെ, ഇന്ന് തന്നെ മേടിച്ചോണ്ടല്ലോ. പക്ഷേ വേണ്ട എടുക്കണ്ട. ഓ, ഇനി നമുക്കൊന്ന് കറങ്ങി വീഡിയോ എടുക്കാമേ. ഞാൻ ടാഗ് തന്നിട്ടുണ്ടല്ലോ, ലഗേജ് ടാഗ്. ഇവിടെ പാട്ടൊക്കെ ഇട്ട് നല്ല വൈബ്. ഇതാണ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. ഈ സൈഡിൽ ഔട്ട്ഡോറൊക്കെ ഇരുന്ന് നമുക്ക് കഴിക്കാം. ആൻഡ് ദിസ് ഈസ് ദ ഇൻഫിനിറ്റി പൂൾ. പക്ഷെ നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു. പൂളിന് ആ സൈഡിൽ പോയി നിൽക്കാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ആ സൈഡിൽ എന്താന്ന് പോയി നോക്കിയിട്ട് വരാം. വാ തുത്തു. പൂളിൻ്റെ ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് പോയിട്ട് അവിടെ നമുക്ക് എന്താന്ന് നോക്കും. വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ സൈഡിൽ പോയിട്ട് ചെയ്യാമേ. ഇതിവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമാണ്. ഇത് നല്ല വൈബൊക്കെ ഉണ്ട് കേട്ടോ. ചുമ്മാ നമുക്കിങ്ങനെ ഇരിക്കാം. അത്യാവശ്യം നല്ല രീതിക്ക് സിറ്റി വ്യൂ ആണ്.
സ്വാമ്പി മാർഷസ്, നമ്മുടെ ലുലുണ്ട്. സോ ഇങ്ങനെയാണ് ടോട്ടാലിറ്റിയിലെ വ്യൂ. തൂത്തും അവിടെ ഇങ്ങനെ നടക്കുകയാണ്, നമ്മൾ ഫോളോ ചെയ്ത് പോയി ബാക്കി വീഡിയോ എടുക്കാം. So that was all about our little staycation and the birthday celebration. If you have liked the video, please don't forget to like, share and subscribe to my channel. That is it guys. Bye bye. Take care.